ഹ്യൂസ്റ്റൺ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. സെപ്റ്റംബർ 20, 21, 22 തീയതികളായി നടത്തപ്പെടുന്ന ഗോൾഡൻ ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പത്രസമ്മേളനത്തിൽ വെച്ച് ഭാരവാഹികൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. ഹ്യൂസ്റ്റണിൽ നിന്നും ജോർജ് തെക്കേമല പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഈ ദേവാലയത്തിനെ ഇതുവരെയും വഴി നടത്തിയ ഇല്ലായ്മയിൽ നിന്ന് അതിൻ്റെ ഈ നിലയിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ ജീവിതത്തിന്റെ നല്ല അംശം അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിച്ച് അതിനുവേണ്ടി ഇത്രയും വരുത്തിയതായ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരണീയനായ അരുപ്പാലച്ചനെ ഈ മീറ്റിംഗിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അച്ഛനോടൊപ്പം ആദ്യകാലത്ത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇന്ന് കോറപ്പിസ്കോപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാമനം മാത്യു അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാഫോർഡ് സിറ്റിയുടെ ഇപ്പോൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട കെൻ മാത്യു മേയർ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രായമായി വരികയാണെങ്കിലും ഈ ജൂബിലിയിൽ സംബന്ധിക്കത്തക്ക രീതിയിൽ ദൈവം കൃപ ചെയ്തതിന് ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടെ ഈ ഇടവകയുടെ ജൂബിലി വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വലിയ പരിപാടിയെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ പ്രവർത്തനവും ഞങ്ങൾക്ക് ആവശ്യമാണ്. 1974 1974 ആരംഭിച്ച ഒരു ദേവാലയമാണിത്. ഹ്യൂസ്റ്റണിലെ തന്നെ അമേരിക്കയിലെ തന്നെ പഴക്കമുള്ള ഒരു ദേവാലയമാണിത്. ഇതിന്റെ ആരംഭം 1974 CO വർഗീസ് അച്ഛന് ആരംഭിച്ച ഒരു ദേവാലയമാണിത്. അതിനെ തുടർന്ന് ഏതാണ്ട് 35 വർഷത്തോളം ബഹുമാനപ്പെട്ട അരുപ്പാല കോറപ്പിസ്കോപ്പ് അച്ഛനാണ് ഈ ഇടവകയെ നയിച്ചത്. ഏതെങ്കിലും പ്രത്യേക മേഖലകൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഒരു 10 ഫാമിലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏറ്റവും ഹാർഡ്ഷിപ്പ് അനുവദിക്കുന്ന ആ ഫാമിലീസിന് ഞങ്ങളുടേതായ ചെറിയ രീതിയിലുള്ള ഹൗസ് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഞങ്ങളിൽ ഒരാളാണ് ഇന്ന് ഈ നഗരത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഒബ്ലിഗേഷനുണ്ട്. അതുകൊണ്ട് ഇടവക തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇടവകയുടെ സ്റ്റാഫോഡിലും അതിന് ചുറ്റുമുള്ള ഏരിയയിൽ നമ്മുടെ ഒരു കൈത്താങ്ങ് നൽകണമെന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രത്യേക തീരുമാനത്തിലേക്ക് ഇടവ നീങ്ങിയത്. സെപ്റ്റംബറിൽ മേയറും അതുപോലെ തന്നെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജും ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒരു കിക്ക് ഓഫ് ഇവിടെ ഉണ്ടായിരുന്നു. 2024 ടാലന്റ് ഷോ എന്ന് കണ്ടു. അത് ടിക്കറ്റഡ് ഇവന്റ് ആണോ, പുറത്തുനിന്നുള്ളവർക്ക് ഈ ഷോ കാണാൻ വേണ്ടി കയറാൻ പറ്റുമോ എന്നുള്ളത് പറയാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. So Extravaganza is going to be a ticketed event. We are pricing it at $25 per person, and we are inviting everybody to come be part of it as part of the audience. What is your program? Something is there for young generation coming up population. ഈ പ്രാവശ്യം 50 വർഷം വന്ന അവസരത്തിൽ പ്രധാനമായിട്ടും ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാരണം we are hearing from them we need to do the charity in this our area community. സീനിയർ ലിവിംഗ് സെന്റേഴ്സ് അതുപോലെ അവരെ ഒന്ന് എൻട്രി ചെയ്യാനും അവരെ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി നിർത്താനായിട്ട് ഉള്ള കാര്യങ്ങളെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഭാവിയിലേക്കെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇതിന്റെ ഭാഗമായിട്ട്? 1-2 വർഷങ്ങളായിട്ട് മിഷന്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് വന്നേക്കുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കള് അല്ലെങ്കിൽ മക്കൾ വളരെ ബിസി ആയിട്ടുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പള്ളി കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോകാനോ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനോ എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഇടവക വിശാലമായിട്ട് കിടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഓരോ കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഒരു സർക്കിളിൽ ആ കമ്മിറ്റിക്കാരുടെ ചുമതലയായിരിക്കും. മറ്റുള്ള പല സ്ഥാപനങ്ങളെക്കാട്ടിലും ഈ ഒരു വിഷൻ ഈ പള്ളിക്കുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത അച്ഛന്മാരും എൻ്റെ പള്ളിയെ പറ്റി വളരെ പ്രൗഡാണ്. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ
സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഏറെ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തുവാനുള്ള ആസൂത്രണവുമായാണ് സംഘാടകർ മുന്നോട്ടു പോകുന്നത് എന്ന് റവറൻ ഗീവർഗീസ് ആരുപ്പാല കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ രാജേഷ് കെ ജോൺ, റവറൻ ഫാദർ ക്രിസ്റ്റഫർ മാത്യു, ജൂബിലി കൺവീനർ മനോജ് മാത്യു എന്നിവർ അറിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി $100,000 ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ആഘോഷങ്ങൾക്ക് സമാന്തരമായി നടത്തപ്പെടുന്നത്. ജൂബിലി സമാപനത്തിൽ അഖില മലങ്കര ഓർത്തഡോക്സ് പരമാധ്യക്ഷൻ അഭിവന്യ ബസേലിയോസ് മാർത്തോമൻ മാത്യൂസ് മൂന്നാമൻ മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം. Crufe's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Crufe's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufe's Law Firm Limited. www.crufeslaw.com